ഭക്ഷണം കഴിക്കുന്ന അമ്മ ചതിക്കില്ല എന്നുള്ളൊരു അനുഭവം നമ്മളുണ്ടായി. അതാ അപ്പൊ അവിടെ വിശ്വാസത്തെ അനുഭവമാക്കി മാറ്റണം. ഇല്ല, അമ്മേനെ എന്തിനു വിശ്വസിക്കണം? അമ്മയുടെ ശരീരം, അമ്മയുടെ ശരീരത്തിൽ നിന്ന് അമ്മയുടെ പാല്, മുലപ്പാലല്ലേ കുടിച്ചത്? സ്വന്തം അമ്മ തന്നെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നെന്ന്. അത് അമ്മയല്ല കൊല്ലുന്നത്. ഒരു വൃത്തികെട്ട സ്വഭാവമാണ് മക്കൾക്കെതിരെ അമ്മ നിൽക്കുന്നതിൻ്റെ കാരണം. അമ്മയല്ല, ആ സ്വഭാവ ദൂഷ്യമാണ്. മനസ്സിലായോ? അത് അമ്മയല്ല, അതിൽ അമ്മയല്ല. ആ വ്യക്തിയുടെ അമ്മയുമായിട്ട് അടുത്തിട്ടില്ല. ഒരു സ്ത്രീ പ്രസവിച്ചുകൊണ്ട് അമ്മയായില്ല. ആ അമ്മയെന്ന് പറഞ്ഞാൽ കുട്ടിയോടുള്ള ആ ദൈവികമായിട്ടുള്ള ബന്ധം എപ്പോൾ സ്പർശിക്കാൻ സാധിക്കുന്നു അപ്പോഴാണ് അമ്മയാകുന്നത്. മനസ്സിലായോ? നമ്മൾ പരസ്പരം അങ്ങനെ സ്പർശിച്ച് കൊണ്ടിരിക്കുന്ന രണ്ടുപേരുടെ ഒരാള് ഈ പറയുന്ന പുറത്തുള്ള ഫാക്ടേഴ്സ് ആയിട്ട് അടിമപ്പെട്ടുകൊണ്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ സ്വന്തം അമ്മനെ കൊല്ലുന്നു. അപ്പൊ ആ ഒരു തലമൊക്കെ അപ്പൊ അതൊരു അനുഭവമാണോ? അല്ല, അത് അനുഭവമല്ല. അനുഭവിക്കാത്തതുകൊണ്ടാണ് കിടന്ന് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചെയ്യത്തില്ല. ഇപ്പൊ നിങ്ങളോട് സ്നേഹത്തിൽ സംസാരിക്കുന്നു, നിങ്ങൾ ആരെന്ന് ഈ നമ്മുടെ മസ്തിഷ്കം ഈ പറയുന്ന ഭ്രാന്ത്, ചിത്തഭ്രമം, സ്കിസോഫ്രീനിയ എന്നൊക്കെ പറയുന്ന സാധനത്തിനെ അപ്പൊ അത് അങ്ങനെ ആയിക്കഴിഞ്ഞാലും ഈ പറയുന്ന നമ്മുടെ ഒരു ഫ്ലോ, അനുഭവത്തിന്റെ ഒക്കെ ഒരു ഫ്ലോ അട്ടിമറിയത്തില്ലേ? അതായത് നമ്മൾക്കൊരു സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ ബൈപോളാർ ഡിസീസ്, നാർസിസം ഇതൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് കൃത്യമായിട്ട് അനുഭവിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ദുർമോഹങ്ങൾ, വാശി, വൈരാഗ്യം, ശിക്ഷിക്കുക, എതിർക്കുക, ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവനവനെ അനുഭവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. മറ്റൊരാളുടെ ഇത് പിടിച്ചു മേടിക്കും, മറ്റൊരാളെ നിയന്ത്രിക്കും. ഇതൊക്കെ ഒരു വ്യക്തിക്ക് സ്വതന്ത്രമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. അല്ലേ? അത് ക്ലിയർ ആണോ? ആണ്. അപ്പൊ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നു. വേറൊരു കാര്യം കൂടെ, അത് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റാത്തതും ഒക്കെ അല്ല, നമുക്ക് ജെനറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടെന്നുള്ള ഭാഗം നമ്മൾ സയൻസിന്റെ ഭാഗത്ത് ജെനറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ നമ്മളെ കൊണ്ടുപോകുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിലല്ലേ? സമാധാനപരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ സൈക്കിൾ ചവിട്ടുമ്പോൾ നിങ്ങളുടെ സൈക്കിളിന്റെ ഹാൻഡിൽ നേരെ നിൽക്കുന്നില്ലെങ്കിൽ ചവിട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. അതുപോലെ നിങ്ങൾ